ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ആദ്യം നിഫ്റ്റി തന്നെ പരിശോധിക്കാം. ഇന്നലെ 24,312 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഏതാണ്ട് 84 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പിൽ ഇന്ന് ഓപ്പൺ ആയത് 24,396 എന്ന ലെവലിലാണ്. നമുക്കറിയാം, നമ്മളിവിടെ 408 എന്ന ലെവലിൽ ഒരു മൈനർ റെസിസ്റ്റൻസ് രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ ഏരിയയ്ക്ക് മുകളിലോട്ട് പോകാതെ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ സെല്ലിംഗ് നടക്കുകയും ഇന്നലെ ക്ലോസ് ചെയ്ത റേഞ്ചിലെത്തി ഒരു സപ്പോർട്ട് എടുക്കാൻ ശ്രമിച്ച നിഫ്റ്റി എന്നാൽ അവിടെ അതിന് വിജയിക്കാതെ വീണ്ടും ബ്രേക്ക് ചെയ്യുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് സെല്ല് കിട്ടി, ഈ ഏരിയയിൽ വന്നു. ഇവിടെ നിന്ന് നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ആയി ഈ ലെവൽ കണക്കാക്കാം. എന്നാൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷനിൽ ക്ലോസ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയുക. ഈ ഏരിയയിൽ നിന്നും എൻ്റർ ചെയ്ത ഒരാൾക്ക് സാധാരണ ഇത്തരത്തിലുള്ള ഈ ഏരിയ ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റായി വർക്ക് ചെയ്യുന്നതാണ്. ഇവിടെ നിന്നും സപ്പോർട്ട് എടുത്ത് തിരിഞ്ഞു പോകേണ്ടതാണ്. അങ്ങനെ കൺഫ്യൂഷനായി ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത ഒരാൾക്ക് ഇത് സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തിട്ടുണ്ടാവാം. എന്നാൽ ഇതിന് മുകളിലോട്ട് കിടക്കാതെ ക്ലോസ് ചെയ്യാതെ വന്നപ്പോൾ നിസ്സാരമായ പ്രോഫിറ്റിന് അഥവാ നോ ലോസ് നോൺ ഗെയിനിന് ഒരുപക്ഷെ എക്സിറ്റ് ആയിട്ടുണ്ടായേക്കാം. എന്നാൽ ഇവിടെ ക്ലോസിംഗ് കിട്ടിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ നിൽക്കാതെ ട്രേഡിൽ എൻ്റർ ആയവർക്കായിരിക്കാം അങ്ങനെ സംഭവിക്കുക. ഇവിടെ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്നും കഴിഞ്ഞ ദിവസത്തെ പോലെ വരുന്നു. ഇന്നലെ അതിൻ്റെ തലേ ദിവസം ഇത്രയും സ്ട്രോങ് ഫാള് വന്നപ്പോൾ ഇതിന് മുകളിലോട്ട് ക്ലോസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അതോ ഈ ഏരിയ ഇത്രയും ഉയരത്തിൽ നിന്ന് വീണ ഏരിയയിൽ നിന്നും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ മറന്നുപോയവർ ഇവിടെ നിന്നും ബുക്ക് ചെയ്യുകയാണോ, ഇന്ന് ഉയർന്നു വന്നു ഇനി ഇതിൽ കൂടുതൽ ഉയർന്നില്ലെങ്കിലോ എന്ന ധാരണയിൽ ഒരുപക്ഷെ വിറ്റതാവാം. നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയല്ല, അല്പം ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. അങ്ങനെയും ചിന്തിക്കാവുന്നതാണ് എന്ന് പറഞ്ഞു എന്നർത്ഥം. ഓക്കെ, എന്തായിരുന്നാലും ഈ ഏരിയ വളരെ ക്ലോസ് ആയി ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് ഉയർന്നത്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. ഇവിടെ നിന്നും എടുക്കാൻ ഒരു അപ്പ് മൂവിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അത് ഈ ലെവൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഉയരം അഥവാ ഈ ക്ലോസിങ്ങിന് മുകളിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ പ്രൈസ് ആക്ഷൻ പ്രകാരം ലഭിക്കുന്നില്ല. ഓൾമോസ്റ്റ് ഈ ലെവൽ വരെ വന്നു എന്ന് തോന്നിയ ആൾക്കാർക്ക് ഈ ലെവലിലോട്ട് ക്ലോസിംഗ് കിട്ടുന്നില്ല, ഡൗൺ ആണ് എന്ന് തോന്നുമ്പോൾ ഈ ഏരിയയിൽ നിന്ന് സെല്ലെടുക്കാനും ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ഹൈക്ക് എടുക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ അത്തരം ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. അത്തരത്തിൽപ്പെട്ട ടാർഗറ്റ് എടുത്ത ഒരുപാട് പേരുടെ സ്ക്രീൻഷോട്ടുകൾ ലഭിക്കുകയും ചെയ്തിരുന്നു. വീണ്ടും ഈ സപ്പോർട്ട് ലെവലായി രേഖപ്പെടുത്തിയ ഇടത്തു നിന്ന് വന്ന് വീണ്ടും മൂവിന് ശ്രമിച്ചെങ്കിലും ഫാസ്റ്റ് സെല്ലിംഗ് അടുത്തതായി വീണ്ടും കിട്ടി നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവലിലേക്ക് അത് വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ നിന്നും വളരെ ശക്തമായ ഒരു ബൈ ആണ് വന്നത്. അതിനുശേഷം ഈ ലെവലിൽ ക്ലോസ് ചെയ്തു. പക്ഷേ ഇത് നോക്കിയാൽ നമുക്ക് കാണാം, ഒരു ചാനൽ എന്ന പോലെ പിന്നീടുള്ള സമയം കൺഫ്യൂഷൻ ആയിരുന്നു ശരിക്കും എങ്ങോട്ടേക്കാണ് പ്രൈസ് മൂവ് ചെയ്യുക എന്ന്. എന്നാൽ ഇവിടെ നിന്ന് ഓരോ ഡൗൺ വരുമ്പോഴും ലോവർ സൈഡ് വരുമ്പോഴും ബൈ ഓൺ ഡിപ്പ് എന്ന രീതിക്ക് ഉയർന്നു പോകുന്നത് കാണാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ എവിടെയാണോ കൺഫ്യൂഷൻ ഉണ്ടായ ആ ഏരിയയിൽ വന്ന് പ്രൈസ് ക്ലോസ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ക്ലോസിംഗ് ഡേയിൽ കൃത്യമായ രീതിയിൽ അനലൈസ് ചെയ്ത് വളരെ കറക്റ്റായി നിന്നാൽ മാത്രമാണ് നമുക്ക് ലഭിക്കുക. ഇന്ന് ഈ ഏരിയയിൽ ഒരു ബൈങ്ങിന് ഞാൻ ശ്രമിച്ചിരുന്നു എങ്കിലും വളരെ ക്ലോസായി നിന്ന ഒരു സ്റ്റോപ്പ് ലോസ് കൊടുക്കാം, പെട്ടെന്നൊരു അപ്പ് മൂവ് ഉണ്ടാവുകയാണെങ്കിൽ എന്ന് കരുതി ഈ ഏരിയയിൽ ഒരു സ്റ്റോപ്പ് ലോസ് കണക്കാക്കി ഇവിടെ നിന്നും ഒരു ബൈ ഓർഡർ പോസ്റ്റ് ചെയ്തു. എങ്കിലും ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 10 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ ക്ലോസ് ചെയ്താൽ മാത്രമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പ്രൈസ് ഇവിടെ നിന്ന് മൂവ് ചെയ്തെങ്കിലും അവിടെ ക്ലോസ് ചെയ്യാതെ വളരെ പെട്ടെന്ന് ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ മനസ്സിലായിരുന്നു കൺസോളിഡേഷൻ പുതിയ ഉയരം തരാൻ പോകുന്നില്ല എന്ന് ആ ഒരൊറ്റ സ്റ്റോപ്പ് ലോസ് ഹിറ്റിൽ തന്നെ മനസ്സിലായിരുന്നു. എങ്കിലും ഈ ഏരിയയിൽ നിന്ന് വീണ്ടും സപ്പോർട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് അത് കൊടുത്തു കഴിഞ്ഞാലും ഇത് കണ്ട് ഒരു ഓർഡർ പോസ്റ്റ് ചെയ്ത് ഒരു 0 to ഹീറോ ട്രേഡ് ചെയ്യാൻ സാധ്യമാകുന്നില്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അത് പിന്നീട് കൊടുക്കാതിരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടത് ചാനലിൽ നിഫ്റ്റിയിലേത് ഇന്ന് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല.
ചെയ്യാൻ കഴിഞ്ഞിരുന്നത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് എന്ന് പെട്ടെന്ന് തന്നെ സംഭവിക്കുകയും അത് ഇറങ്ങുകയുമാണ് ചെയ്തത്. എന്നാൽ ആ വാങ്ങിയിരുന്നവർക്ക് ഉടനെ തന്നെ ഒരു പ്രോഫിറ്റിലോട്ട് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും വന്ന ഡിപ്പിലൊന്നും അങ്ങനെ ഒരു സിറ്റുവേഷൻ അത്ര ഉചിതമാണെന്ന് തോന്നാതിരിക്കുക. ഒരു നല്ല ഉയരം, നല്ല റേഞ്ച് മൂവ് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് ഓപ്ഷൻ 0 കൊടുക്കാൻ കഴിഞ്ഞില്ല. സാധാരണയായി ഈ 0 ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാറുള്ളത് നിഫ്റ്റി മൂവ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു റേഞ്ച് അതിനുള്ളിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ATM എടുത്തേക്കാം. ATM എടുത്താണ് സാധാരണയായി എല്ലാ ദിവസങ്ങളിലും ഓപ്ഷൻ ട്രേഡ് ചെയ്യുക. പക്ഷേ എന്നാൽ ഈ 0 എന്ന കാര്യം, അത്തരം ഒരു ട്രേഡ് ചെയ്യുന്നതിന് ഒരുപക്ഷെ നമ്മളുടെ പ്രീമിയം പൂർണ്ണമായും 0 ആയിപ്പോയേക്കാം. അത് ഒരു തരത്തിൽ ഒരു ബെറ്റിംഗ്, സ്ട്രോങ് ബെറ്റിംഗ് തന്നെയാണ്. അപ്പോൾ 0 ആയിപ്പോയേക്കാം. അതല്ലെങ്കിൽ അത്രയും നല്ല ഒരു റേഞ്ച് മൂവ് ചെയ്താൽ നല്ല പ്രോഫിറ്റ് ലഭിക്കാനും സാധ്യതയുണ്ട്. അത്തരത്തിൽ ഇവിടെ നിന്നും ഒരു ഓപ്ഷൻ ബൈ ചെയ്യാൻ അങ്ങനെ ഒരു സെറ്റപ്പ് റെഡി എന്ന് തോന്നിയാൽ ഞാൻ അതിന് തൊട്ട് മുകളിലുള്ള, ഇപ്പൊ നിഫ്റ്റി എവിടെയാണോ ഉള്ള അതിന് തൊട്ട് മുകളിലുള്ള ആദ്യത്തെ 50ന്റെ സ്ട്രൈക്ക് റേറ്റ് ആയിരിക്കും. അതായത് 300 ഉള്ളതെങ്കിൽ 350ന്റെ ആയിരിക്കാം ഞാൻ എടുക്കുന്നുണ്ടാവുക. അത് നിഫ്റ്റി മൂവ് ചെയ്യാൻ സാധ്യതയുള്ള റേഞ്ചിന് കണക്കാക്കുകയാണ്. അപ്പൊ 350ന്റെ എടുക്കുമ്പോൾ, ഈ റേഞ്ചിൽ നിൽക്കുമ്പോൾ 350ന്റെ എടുക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഈ ടൈം പോകുമ്പോൾ ഒരു 1:45-2 മണിക്ക് ശേഷം റേറ്റ് വളരെ കുറവായേക്കാം. അങ്ങനെ ഉള്ള സമയത്ത് പ്രീമിയം മെൽറ്റായി വളരെ പ്രീമിയം കുറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ അത് 0 ആയി പോയേക്കാം. വിചാരിച്ച സ്പീഡിൽ വോളിയം ഇല്ലാണ്ട് വന്നാൽ പോയേക്കാം. അതല്ല എങ്കിൽ കടന്ന് ഈ ലെവലിൽ കയറുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂറിനുള്ളിലൊക്കെ ഈ റേഞ്ചിൽ എത്തുകയാണെങ്കിൽ ആ പ്രീമിയം ഭയങ്കര ഹൈക്ക് തരാറുണ്ട്. ആ തരത്തിൽ നിഫ്റ്റി മൂവ് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട്, ഇതുകൊണ്ടാണ് പലപ്പോഴും 0 തരാൻ സാധിക്കാതെ വരുന്നത്. നിങ്ങൾ കണ്ട് അത് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് നിങ്ങൾ എടുക്കുമ്പോഴത്തേനും ടൈം കടന്നു പോയിരിക്കും. പിന്നെ ഇത് ഹിറ്റായി കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായി മാറുന്നതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ, എല്ലാ ഇൻഡെക്സുകളും ഞാൻ ഒരേ സമയം വാച്ച് ചെയ്യലുണ്ടാകുകയില്ല. ഞാൻ കൂടുതലായും ട്രേഡ് ചെയ്യുക നിഫ്റ്റിയിലാണ്. എന്നാൽ മറ്റുള്ള ഇൻഡെക്സുകളും ചെയ്യും. എന്നാലും എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്നത് നിഫ്റ്റിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ എനിക്ക് തരാൻ കഴിയാതെ പോകുന്നത്. എങ്കിലും ഉചിതമായ സന്ദർഭങ്ങൾ കണ്ടാൽ, ഏറ്റവും നല്ലത് എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. താല്പര്യമുള്ളവർക്ക് ട്രേഡ് ചെയ്യാം, അവരവരുടെ റിസ്കിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ അനുസരിച്ച് നാളെ എന്തായിരിക്കാം നമ്മളുടെ ട്രേഡ് അല്ലെങ്കിൽ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിച്ച് നോക്കാം. 24,295 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലഭിച്ച എവർ ടൈം ഹൈ തന്നെയാണ് ഞാൻ വീണ്ടും ഇന്നാളേക്കും അല്ലെങ്കിൽ തുടർന്നുള്ള ഈ അടുത്ത ദിവസങ്ങളിലേക്കുള്ള ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന ലെവലിൽ കണക്കാക്കുന്നത്. അത് 24,461 എന്ന ലെവലാണ്. അതിനിടയിൽ 24,400, 93, 364 എന്നിങ്ങനെയുള്ള ലെവലുകളും മൈനർ റെസിസ്റ്റൻസ് ലെവലുകളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിക്കുമെന്ന് ഫീൽ ചെയ്താൽ, അങ്ങനെയാണ് എനിക്കൊരു റീഡിംഗ് കിട്ടുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ, അതല്ലെങ്കിൽ അതിന് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവൽ തന്നെയാണ്, എവർ ടൈം ഹൈ തന്നെയാണ്. എങ്കിൽ പോലും ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഈ ലെവലുകൾ മൈനർ റെസിസ്റ്റൻസുകളിൽ പോയി അതിനു മുകളിൽ ക്ലോസ് ചെയ്ത് വീണ്ടും ഇറങ്ങി വരികയാണെങ്കിൽ ബൈ ഓൺ ഡിപ്പ്, അതാണ് ആ സ്ട്രാറ്റജി. അങ്ങനെയാണ് നമ്മൾ സാധാരണ പറയാറ്. ഈ മേഖലയുടെ ടൈം അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റായി സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് ഈ ലെവലിന് മുകളിലോട്ടെല്ലാം ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഇതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഈ ഹിസ്റ്റോറിക്കൽ ഹൈക്ക് മുകളിൽ ഒരു 1 hour കാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് വരുന്ന മൂവ്മെന്റുകൾ അപ്വേർഡ് ഡയറക്ഷനിലായേക്കാം എന്നുള്ളതാണ്. ഈ ലെവലുകൾ നമ്മൾ ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾ ഒരുപക്ഷെ അത് നിങ്ങളുടെ ചാർട്ടിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം. എന്നാൽ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ
ഡേയ്സ് ഹൈ അഥവാ അതിന് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ 2195 277 എന്ന ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന അപ്പോഴത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴെ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഇങ്ങനെ ഈ ലെവലിലോട്ടൊക്കെ ഇറങ്ങി വരാം. എന്നാൽ ഇന്നത്തെ ഡേയ്സ് ലോ ആയ 24,193 എന്ന ലെവലിന് താഴോട്ട് വന്നാൽ വീണ്ടും പ്രൈസ് ഡിക്ലൈൻ സഞ്ചരിച്ചേക്കാമെന്നാണ് കരുതുക. അങ്ങനെയെങ്കിൽ ഇന്നലെ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന അതേ ലെവലുകൾ തന്നെ ടാർഗറ്റുകളായി ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ലെവലുകൾ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്താൽ കാണാൻ കഴിയുമെന്ന് കരുതുന്നു. ഓക്കെ, അടുത്തതായി ബാങ്ക് നിഫ്റ്റിയുടെ ലെവലുകൾ എന്താണെന്ന് നോക്കാം. 52,405 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന ലെവലിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 51,934 എന്ന ലെവൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിനിടയിൽ ഒരു 52,129 എന്ന ലെവലിൽ ഒരു മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഏത് ഡയറക്ഷനിലോട്ടാണോ നമുക്ക് ഒരു മൂവ്മെന്റ് സൂചിപ്പിക്കുന്നത് ആ ഡയറക്ഷനിലോട്ട് ഇവിടെ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റി അല്പമായി പുറകോട്ട് ഇറങ്ങി വരുന്ന ഒരു ഇതാണ് നമുക്ക് കുറച്ച് ദിവസമായി കാണാൻ കഴിയുന്നത്. അപ്പോൾ ആദ്യമായി ഒരു സെല്ലിംഗ് ഡയറക്ഷൻ തന്നെയാണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ അത്തരത്തിലൊരു സെല്ലിംഗ് ഡയറക്ഷനാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഈ ലെവലിന് താഴെ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയി കിട്ടുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ കാണിക്കുന്നതെന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ഹോൾഡ് ചെയ്യാവുന്നതാണ്, ബൈ ചെയ്യാവുന്നതാണ്. ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുകയും വേണം. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയ്ക്ക് താഴെയാണ്. എന്നാൽ അവിടെ നിന്നും അതിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ ലെവലിലോട്ട് 51,934 എന്ന ലെവലിലോട്ട് പോന്നേക്കാം എന്നാണ് കരുതുക. അപ്പോൾ അത് റിപ്പീറ്റേഷനിൽ അങ്ങനെ വരുന്ന പക്ഷം താഴോട്ട് ഈ ലെവലുകളാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. 51,749 എന്ന ലെവല് ആണ് ഇന്നത്തെ ലോ. അതിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഈ ലെവലുകൾ 51,557, 367, 246 എന്ന ലെവലുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഡയറക്ഷൻ കാണിക്കുന്നു എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് 52,405 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിംഗ് തന്നെയാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണ് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിലെങ്കിൽ പ്രൈസ് അപ്പോഴും തന്നെ പോയേക്കാം എന്നൊരു ചിന്തയാണ് ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. 52,487, 555, 628, 713, 53,995 എന്നിങ്ങനെയാണ് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ടാർഗറ്റുകൾ. വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഈ ലെവലുകൾ താല്പര്യമുള്ളവർക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി സെൻസെക്സിൽ ഏതാണ് ലെവലുകൾ എന്ന് പരിശോധിക്കാം. 79,779 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് ലെവലായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാന റെസിസ്റ്റൻസ് നിഫ്റ്റിയേതുപോലെ തന്നെ 80,480 എന്ന എവർ ടൈം ഓൾ ടൈം ഹൈ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം നാളെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ഇതാണ് പ്രധാന ടാർഗറ്റ് എങ്കിൽ പോലും ഈ മൈനർ റെസിസ്റ്റൻസുകൾക്ക് മുകളിൽ, അതായത് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ക്ലോസ് ആയി കിട്ടുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്താൽ
കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്പോൾ ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഹൈ തന്നെയാണ്. എന്നാൽ അതിന് മുകളിൽ ക്ലോസ് ചെയ്യുക, അതായത് 80,250 എന്ന ലെവലിനൊക്കെ മുകളിൽ ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൈസ് വീണ്ടും അപ്പോഴും സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഫ്രൈഡേ ആണ് നാളെ, വീക്ക്ലി ക്ലോസ് നാളെ ദിവസം തിരികണം, പിന്നെ 2 ദിവസം അവധിയൊക്കെയാണ്. എങ്കിലും ചിലപ്പോൾ ഒരു ഫ്രഷ് ബൈങ് ഈ ഏരിയയിൽ നിന്നും സാധ്യമാവുകയാണെങ്കിൽ പ്രൈസ് നല്ല രീതിയിൽ അപ്പോഴും തന്നെ പോയേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയ എവർ ടൈം ഹൈ, അതിന് മുകളിൽ ലഭിക്കാവുന്ന 80,552, 739, 80,944 എന്ന ലെവലുകൾ കാണാം എന്ന് കരുതുന്നു. എന്നാൽ ഒരുപക്ഷെ നാളെ വീക്ക് തീരുകയാണ്, ശനി ഞായർ അവധിയാണ്, അതുകൊണ്ട് കയ്യിലുള്ള സ്റ്റോക്ക് എക്സിറ്റ് ആയേക്കാം എന്ന് ആരെങ്കിലും കരുതുകയാണ്, പൊസിഷൻ ക്ലോസ് ചെയ്തേക്കാം എന്ന് കരുതുകയാണെങ്കിലും ഇവിടെ ഒരു സെല്ലിംഗ് വന്നേക്കാം. അങ്ങനെയെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ, അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമുള്ള ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എങ്കിലും അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് ഡിക്ലൈൻ സഞ്ചരിച്ചേക്കാം എന്നാണ് കരുതുക. അങ്ങനെയെങ്കിൽ 79,579, 79,433 തുടർന്ന് താഴോട്ട് രേഖപ്പെടുത്തിയ ഈ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിക്കൊണ്ടിരുന്ന ലെവലുകൾ തന്നെ 79,349, 228, 79,040, 78,906, 78,847 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് ഞാൻ എനിക്ക് വേണ്ടി നാളത്തേക്ക് തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ. ഞാൻ സാധാരണയായി എനിക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു പ്ലാൻ യുവർ ട്രേഡ് ആൻഡ് ട്രേഡ് യുവർ പ്ലാൻ എന്ന രീതിയിൽ പണ്ട് മുതലേ ചെയ്തു പോരുന്നതാണ്. അതാണ് ഈ ലെവലുകൾ. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ലെവലുകൾ രേഖപ്പെടുത്തി ഉപയോഗപ്പെടുത്തുക. അതിൽ റിസ്ക് നിങ്ങളുടേത് തന്നെയാണ്. പതിവ് പറയുന്നത് പോലെ തന്നെ ഡിസ്ക്ലൈമർ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നത് എങ്കിൽ ഗുണകരമായി തോന്നുന്നു എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. മറ്റു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യും എന്ന് കരുതുന്നു. അപ്പോൾ നാളെയും ഒരു നല്ല മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.